ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൂടുതൽ വീഡിയോകൾക്ക് ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തൂ. ഹായ് സ്റ്റുഡൻസ്, ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷനാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ബാക്ടീരിയോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷനിൽ കൂടെ കടന്നുപോയി. ഷേപ്സ്, അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് ഗ്രോത്ത് കർവ്, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ. ഈ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ 1773 ഫസ്റ്റ് ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ പലതരത്തിൽ ബാക്ടീരിയയെ ക്ലാസിഫൈ ചെയ്യാറുണ്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അതാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഏകദേശം 7 പാറ്റേണിലാണ് നമ്മൾ ബാക്ടീരിയോളജിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ നമ്മൾ ബാക്ടീരിയോളജിയിൽ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബെർഗീസ് മാനുവലാണ്. ബെർഗീസ് മാനുവൽ, ഓക്കെ, ബെർഗീസ് മാനുവലാണ് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ്റെ ബേസ്മെൻ്റ് ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ 7 തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കാൻ പോവുക. ഇതാണ് എക്സാമിന് വരുന്നത്, പ്രത്യേകിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സ്റ്റുഡൻസിനും മറ്റ് മെഡിക്കൽ എക്സാമിനേഷനൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ബേസ്ഡ് ഓൺ ദിസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്കിതൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു 1773 ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വന്നതെന്ന്. അതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1773. ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറേ സർട്ടൺ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എനിക്കറിയാം, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് മോർഫോളജി. എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് അനാറ്റമിക്കൽ. സോ അനാറ്റമി ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ഇതൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല, പേരിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ദെൻ സ്റ്റെയിനിങ് ബേസ് ചെയ്തിട്ട്, ഓക്കെ, ദറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഓർഗാനിസം ടു അബ്സോർബ് സ്റ്റെയിൻ, അല്ലെങ്കിൽ സ്റ്റെയിൻ പിടിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെ, നമ്മളൊരു മീൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഗ്രാം സ്റ്റെയിനിങ്. ഓക്കെ, ഗ്രാം സ്റ്റെയിനിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം ആണ് ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ ഫാദർ എന്ന് നമ്മൾ പറഞ്ഞു, ഫൗണ്ടർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ്ങിന് മറ്റൊരു പേരും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. ഈ ഗ്രാം സ്റ്റെയിനിങ് പോലെ തന്നെ മറ്റൊരു സ്റ്റെയിനിങ് പ്രൊസീജിയറും കൂടെ ഉണ്ട്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നതും മറ്റൊരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ്. ആൻഡ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ 2 ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് മെയിനായിട്ട് ആസിഡ് ഫാസ്റ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈക്കോബാക്ടീരിയ രണ്ട് സ്പീഷീസ് പറഞ്ഞ്, മൈക്കോബാക്ടീരിയൻ ലെപ്രേ ആൻഡ് മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലൈ. സോ ദാറ്റ് ഈസ് ട്യൂബർക്കുലോസിസ് നമുക്ക് ഉണ്ടാക്കി തരുന്ന, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ. അതുപോലെ തന്നെ ലെപ്രസി ഫോം ചെയ്യുന്നത് മൈക്കോബാക്ടീരിയൻ ലെപ്രൈ. ഇത് രണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ തന്നെ നൊക്കാഡിയ സ്പീഷീസിൽ വരുന്ന മറ്റ് ഓർഗാനിസത്തിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. എനിവേ, ഇത് രണ്ടുമാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും. ഓക്കെ, ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ പിതാവിൻ്റെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരാണ്? ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം ആണ് ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ ഫാദർ എന്ന് പറയുക. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൻ്റെയോ സീൽ നീൽസൺ എന്ന് പറയും. ഓക്കെ, നമ്മളത് പഠിക്കും. ഓക്കെ, നീൽസൺ ആണ് എന്ത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൻ്റെ ഫാദർ എന്ന് പറയുന്നത്, സീൽ നീൽസൺ. ഓക്കെ, സോ ദറ്റ് ഈസ് അബൌട്ട് ദ സ്റ്റെയിനിങ്. ദെൻ പാത്തോജൻസിറ്റി, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിയോതെറാപ്പി സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് പാത്തോജൻസിറ്റി. ദറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ പാത്തോജൻസിറ്റി. സോ പാത്തോജൻസിറ്റി, വാട്ട് ഈസ് പാത്തോജൻസിറ്റി? എന്താണ് പാത്തോജൻസിറ്റി എന്ന് പറയുന്നത്? പാത്തോജൻസിറ്റി, that is the ability of an organism to spread disease, അല്ലേ? The ability of an
പാത്തോജൻ ടു സ്പ്രെഡ് ഡിസീസ്. നമ്മൾ പാത്തോജൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഓർഗാനിസത്തിനെ നമുക്ക് പാത്തോജൻ എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ദ എബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസം ടു സ്പ്രെഡ് ഡിസീസ് ഈസ് നോൺ ആസ് പാത്തോജൻസിറ്റി. പാത്തോജൻ അല്ലെ, പാത്തോ ഡിസീസ്, ജനറേഷൻ, ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്റ്റ് ആൻഡ് ഓർഗാനിസം. റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്റ്റ് ആൻഡ് ഓർഗാനിസം നമുക്കറിയാം. ഹോസ്റ്റ് ആൻഡ് പാരസൈറ്റ് ഇൻട്രാക്ഷൻ, സിംബയോസിസ് എന്ന് പറയും. സിംബയോട്ടിക് റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കമൻസാലിസം, അമെൻസാലിസം അല്ലെ, പാരസൈറ്റിസം. ഇതൊക്കെ നമ്മൾ പഠിച്ചത് ഏതിനകത്താണ്? സിംബയോട്ടിക് റിലേഷൻഷിപ്പിലാണ്. അത് ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടാണ്. സോ അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്റ്റ് ആൻഡ് ഓർഗാനിസം. നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ. ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത ക്ലാസിഫിക്കേഷൻ. സോ അതിനകത്ത് ചില ഓർഗാനിസത്തിന് കൂടുതലായിട്ട് ന്യൂട്രിയൻസ് വേണ്ടി വരും, ചിലതിന് വേണ്ട അല്ലേ. സോ ചില പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രീഷനിൽ വളരുന്ന ബാക്ടീരിയ ഉണ്ട്. നമുക്കറിയാം പിന്നെ ഷുഗർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും കെമിക്കൽസ്, ഓക്കെ, കീമോടാക്സിസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. കെമിക്കൽസിന് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു കാര്യമൊക്കെയാണ് കീമോടാക്സിസിനകത്ത് വരുന്നത്. ഞാൻ അതൊന്നും ഒരുപാട് പറയുന്നില്ല, ബിക്കോസ് നമ്മളത് ഇതിനകത്ത് തന്നെ പഠിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. സോ ടെമ്പറേച്ചർ, pH, ദെൻ അതുപോലെ തന്നെ എന്താണ് പ്രഷർ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരും. എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. സോ ബേസ്ഡ് ഓൺ 7 points, that is first classification is based on morphology, then anatomy, staining, pathogenicity, relationship of host and organism, nutrition and environmental factors. So these are the 7 classification, bacterial classification. കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ചും പഠിക്കാൻ പോകും. ഫസ്റ്റ് വൺ ഈസ് ഏതാണ്? മോർഫോളജി. ബേസ്ഡ് ഓൺ മോർഫോളജി. ശ്രദ്ധിച്ച് പറ്റുമെങ്കിൽ ഇത് എഴുതിയെടുക്കുക. നിങ്ങൾ വരച്ച് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഓർമ്മ നിൽക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് എഴുതിയെടുത്തോളൂ. ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതിയെടുത്തോളൂ. സോ ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ മോർഫോളജി. മോർഫോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പുറമേ കാണുന്ന എന്താണോ അതിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ദറ്റ് ഈസ് മോർഫോളജി. എന്തൊക്കെ വരും അതിനകത്ത്? സെൽ ഷേപ്പ്. ഓക്കെ, സെൽ ഷേപ്പ് വരാം, സൈസ് വരാം, സ്ട്രക്ചർ, അറേഞ്ച്മെൻറ്റ്സ്, മോട്ടിലിറ്റി, ഫ്ലജല്ലാർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽ ഷേപ്പ്, ബാസിലേക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ദെൻ സൈസ്, സ്ട്രക്ചർ, അറേഞ്ച്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. മോട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂവ്മെൻറ്റ്സ്, ലോക്കോമോഷൻ അല്ലേ. ലോക്കോമോഷൻ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ഫ്ലജല്ല ഉണ്ടാവണം, അല്ലെങ്കിൽ ഫ്ലജല്ലം ഉണ്ടാവണം. ഫ്ലജല്ല മീൻസ് വിപ്ലാഷ് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് അറിയപ്പെടുന്നത്. വിപ്ലാഷ് ലൈക്ക് സ്ട്രക്ചർ. ഓർഗാനിസത്തിൻ്റെ പുറത്ത് ചില ഫിലമെൻറ്റ്സ് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ബാക്ടീരിയ പഠിക്കുമ്പോൾ മെയിനായിട്ട് പഠിക്കുന്ന 3 ടൈപ്പ് ഓഫ് ഫിലമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഫസ്റ്റ് വൺ ഈസ് സീലിയ. ഓക്കെ, സീലിയ എന്ന് പറയുന്ന ഒരു ഫിലമെൻറ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് പിലി. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ഫ്ലജല്ല എന്ന് പറയുന്ന ഫിലമെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ 3 കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നത് ഏറെക്കുറെ ലോക്കോമോഷനാണ്. ഈ പിലി മാത്രം വേറൊരു ക്യാരക്ടറും കൂടെ ഉണ്ട്, സെക്സ് പിലി എന്നറിയപ്പെടും. ദറ്റ് ഈസ് കോൺജുഗേഷൻ ഫോർ ദ പ്രൊഡക്ഷൻ, ദറ്റ് ഈസ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് പിലി എന്ന് പറയുന്നത്. ബട്ട് അതും ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ തന്നെയാണ്, ഒരു ട്യൂബുലാർ സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് പിന്നെ പഠിക്കാം. അതിനെക്കുറിച്ച് ഫ്ലജല്ലയെക്കുറിച്ച് നമുക്ക് പറയാം. മോട്ടിലിറ്റി എന്ന് പറയുന്നത് ഈ ഫ്ലജല്ലയും സീലിയും പിലിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ മോട്ടിലിറ്റി കപ്പാസിറ്റി ആർക്ക് കൊടുക്കുന്നത്? ബാക്ടീരിയക്ക് കൊടുക്കുന്നത്. ഓക്കെ, എനിവേ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മോർഫോളജി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. സെൽ ഷേപ്പ്, സൈസ്, സ്ട്രക്ചർ, അറേഞ്ച്മെൻറ്റ്സ്, മോട്ടിലിറ്റി, ദെൻ ഫ്ലജല്ലാർ അറേഞ്ച്മെൻറ്റ്. അവിടെ ഫ്ലജല്ലാർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ചില ബാക്ടീരിയയ്ക്ക് ഫ്ലജല്ല കാണില്ല. അപ്പോൾ ഈ ഫ്ലജല്ലയ്ക്ക് നമ്മൾ പറയുന്ന വേറൊരു പേരുണ്ട് കേട്ടോ, ട്രൈക്കസ് എന്ന് പറയും. ട്രൈക്കസ്. ഓക്കെ, അപ്പോൾ ഒരു ട്രൈക്കസും ഇല്ലെങ്കിൽ, ഈ ഫ്ലജല്ല ഒന്നും ഇല്ലെങ്കിൽ അതിനെ എ ട്രൈക്കസ് എന്ന് പറയാം. നിങ്ങൾക്ക് തന്നെ അറിയാം, എ ട്രൈക്കസ്. ഇനി ഒരു ഫ്ലജല്ലേ ഉള്ളൂവെങ്കിൽ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? മോണോട്രൈക്കസ് എന്ന് പറയാൻ പറ്റും. മോണോട്രൈക്കസ്. ഓക്കെ, ഇനി 2 സൈഡിൽ നിന്നും ബാക്ടീരിയൽ സെല്ലിൻ്റെ
ഇതാണ് മോണോട്രൈക്കസ് എന്ന് പറയുന്നത്. ഒരു സൈഡിൽ നിന്ന് മാത്രം എന്ത് വരും? ഫ്ലജല്ല വരും. ദെൻ ഇനി എന്ത് വരും? രണ്ട് സൈഡിൽ നിന്നും എന്ത് ചെയ്യാം? ഒറിജിനേറ്റ് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും ഫ്ലജല്ല ഒറിജിനേറ്റ് ചെയ്യാം. ഒരു ടഫ്റ്റ് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്യാം. ഒരു ഇങ്ങനെ പുറ്റ് പോലെ, ദാറ്റ് ഈസ് ഇങ്ങനെ ഒരുപാട് ഫോം ചെയ്യാൻ പറ്റും. ഒന്നുകിൽ അത് ഒരു സൈഡിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും വരാം, അങ്ങനെയും കാണാൻ പറ്റും. ഇല്ല എങ്കിൽ ബോഡി മുഴുവനും ഫ്ലജല്ല പോലെ ഈ ഫ്ലജല്ല സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇങ്ങനെ പലതരത്തിൽ ഫ്ലജല്ല അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ മോർഫോളജി. ഇനി ഈ മോർഫോളജി ബേസ് ചെയ്തിട്ട് 6 മേജർ ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, 6 മേജർ ഗ്രൂപ്പുകളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം? സോ ഫസ്റ്റ് വൺ ഈസ് ട്രൂ ബാക്ടീരിയ. എഴുതി വെച്ചോളൂ, ട്രൂ ബാക്ടീരിയ. ദ ഫസ്റ്റ് വൺ ഈസ് ട്രൂ ബാക്ടീരിയ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മോർഫോളജി. ട്രൂ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വി നോ ദാറ്റ് വാട്ട് ഈസ് ട്രൂ ബാക്ടീരിയ. നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് കൊണ്ടുവന്നത്? കാൾ വൂസ് ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ട്രൂ ബാക്ടീരിയ അല്ലെങ്കിൽ യു ബാക്ടീരിയ. യു ബാക്ടീരിയ അല്ലെ, യു ബാക്ടീരിയ എന്ന് പറയും, ട്രൂ ബാക്ടീരിയ. ദെൻ അത് തന്നെയാണ് വീണ്ടും മീൻസ് മൊണേറ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ട്രൂ ബാക്ടീരിയ എന്നും, ദെൻ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല, ഏതാണത്? ആർക്കിയ എന്ന് പറയുന്ന ഗ്രൂപ്പും. ഓക്കെ, ട്രൂ ബാക്ടീരിയ ആൻഡ് ആർക്കിയ ബാക്ടീരിയ. സോ ട്രൂ ബാക്ടീരിയ ഗ്രൂപ്പ്. ഈ ബാക്ടീരിയക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോക്കി എന്ന് പറയുന്ന സ്ട്രക്ചർ, ദെൻ ബാസിലെ എന്ന് പറയുന്ന സ്ട്രക്ചർ. 2 സ്ട്രക്ചേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, കോക്കി ആൻഡ് ബാസിലെ. കോക്കി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചു മോണോ കോക്കി. അപ്പോൾ എത്രയാണ് അവിടെ? ഒരു ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ സ്പെരിക്കൽ ഷേപ്പ് ആയിരിക്കും. മോണോ എന്ന് പറയുമ്പോൾ ഒറ്റ കോക്കയെ കാണത്തുള്ളൂ, സോറി കോക്കസ്. ഓക്കെ, സിംഗുലർ ഫോം എന്ന് പറയുന്നത് കോക്കസും പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് കോക്കയാണ്. അപ്പോൾ ഒറ്റ കോക്കസ് അല്ലെ, അതാണ് മോണോ കോക്കൈസ് എന്ന് പറയുന്നത്. ദെൻ ഡിപ്ലോ കോക്കൈ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം കാണും? ഓക്കെ, 2 എണ്ണം കാണും. ഡിപ്ലോ ആണ് അല്ലെ, DI നമ്മൾ പഠിച്ചതാണ്. ദെൻ സ്റ്റെഫൈലോകോക്കി ആൻഡ് സ്ട്രെപ്റ്റോകോക്കി നമ്മൾ പഠിച്ചു. സ്റ്റെഫൈലോകോക്കി എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ പോലെ കാണപ്പെടുന്നു നമ്മൾ പറഞ്ഞു അല്ലെ, ക്ലസ്റ്റേഴ്സ് പോലെ ഇങ്ങനെ കാണപ്പെടുന്നു പറഞ്ഞു. ദെൻ സ്ട്രെപ്റ്റോകോക്കി എന്ന് പറയുന്നത് ചെയിൻ ആയിട്ട് കാണപ്പെടുന്നു പറഞ്ഞു. ഓക്കെ, പഠിച്ച കാര്യങ്ങളാണ്. ദെൻ ടെട്രാഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 4 എണ്ണം അല്ലെ, 4 കോക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്തിരിക്കും. സോ ദിസ് ഈസ് ടെട്രാഡ്. ദെൻ സാർസീന എന്ന് പറയുന്നത് 8 എണ്ണം കാണും എന്ന് നമ്മൾ പഠിച്ചു. 8 എണ്ണം ഒരുമിച്ചിരിക്കുന്നതാണ് സാർസിന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കോക്കയുടെ ക്ലാസിഫിക്കേഷനാണ്. ഏതിനകത്ത് വരുന്നത്? ട്രൂ ബാക്ടീരിയക്കകത്ത് വരുന്നത്. ഇനി ബാസിലയെ ബേസ് ചെയ്തിട്ട് അതിനകത്തും ഉണ്ട് കേട്ടോ ഡിപ്ലോ ബാസിലൈ. ഡിപ്ലോ ബാസിലൈ എന്ന് പറയുന്നത് നമുക്കറിയാം, ബാസിലയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ ഡിപ്ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോ ഇങ്ങനെ 2 എണ്ണം ഒരുമിച്ചിരിക്കും. സ്ട്രെപ്റ്റോ എങ്ങനെയായിരിക്കും? മറ്റതുപോലെ തന്നെയാണ്, ചെയിൻ ലൈക്ക് സ്ട്രക്ചർ. പക്ഷെ എന്താണ്? ബാസിലസ് സ്ട്രക്ചർ ആയിരിക്കും, റോഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ദെൻ പാലിസൈഡ് ഉണ്ട്. പാലിസൈഡ് ടിഷ്യൂസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പാലിസൈഡ് സെൽസ് അത് ഒരു വല്ലാത്തൊരു സ്ട്രക്ചറിലുള്ള സെൽസ് ആണ്, മീൻസ് പാലിസൈഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോക്കോ ബാസിലേ ഉണ്ട്. കോക്കോ ബാസിലേ. ഈ കോക്കോ ബാസിലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കില്ല. ബാസിലേസും കോക്കയും കൂടെ ഒരുമിച്ച് ചേർന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കും. എന്നാൽ കോക്കയും ആയിരിക്കില്ല, ബാസിലേ ആയിരിക്കില്ല. അതായത് ഇതുപോലെ ഇരിക്കും. ഓക്കെ, കോക്കയെക്കാളും കുറച്ചും കൂടെ നീളം കാണും, എന്നാൽ ബാസിലേ ആയിരിക്കും. ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ തന്നെയായിരിക്കും ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദാറ്റ് വൺ. ദെൻ കോമ ഷേപ്ഡ് ഇതിനകത്തും വരുന്നുണ്ട്. നമ്മൾ കോമ ഷേപ്ഡ് വേറെ പഠിച്ചിട്ടുണ്ട്, വിബ്രിയോ അല്ലെ. വിബ്രിയോ എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിബ്രിയോ കോളറ ഫോം ചെയ്യുന്നത് കോമ ഷേപ്ഡ് ആണ്. സോ കോമ ഷേപ്ഡ് ബാസിലൈ ഇതൊക്കെ ഇതിനകത്ത് വരും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മോർഫോളജി ട്രൂ ബാക്ടീരിയക്കകത്ത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ടിനോമൈസീഡ്സ് ആണ്. ആക്ടിനോമൈസീഡ്സ്. സോ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ആക്ടിൻ എന്ന് പറയുന്നത് റേ എന്നാണ് നമ്മൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. റേ ആൻഡ് മൈക്സ് എന്ന് പറയുന്നത് ഫംഗസ്. റേ ഫംഗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആക്ടിനോമൈസീഡ്സ് ആണ് റേ ഫംഗസ്. അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ആ ഒരു പ്രതീതിയാണ് കേട്ടോ. അതിനെ കാണാനായിട്ട് ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ടുള്ള റേസ് അതിൽ നിന്ന് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. സോ ദിസ് വൺ ഈസ് എന്ത്? ആക്ടിനോമൈസീഡ്സ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് 2 ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മോർഫോളജി. അപ്പോൾ ഇതിനകത്ത് ആ ഗ്രൂപ്പ്സ് 6 മേജർ ഗ്രൂപ്പ്സിനകത്ത് നമ്മൾ 2 എണ്ണം പഠിച്ചു, ട്രൂ ബാക്ടീരിയ ആൻഡ് ആക്ടിനോമൈസീഡ്സ്. അപ്പോൾ ഓക്കെ ആണല്ലോ മോർഫോളജി എന്ന് പറയുന്നത്.
സെൽ ഷേപ്പ്, സൈസ്, സ്ട്രക്ചർ, അറേഞ്ച്മെൻറ്റ്സ്, മോട്ടിലിറ്റി, ഫ്ലജലാർ അറേഞ്ച്മെൻറ്റ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫോം ചെയ്യുന്നത്. 6 മേജർ ഗ്രൂപ്പ്സ് ഉണ്ട് ഇതിനകത്ത് തന്നെ. അതിനകത്ത് ആദ്യത്തെ 2 നമ്മൾ പഠിച്ചു, ഇനി ബാക്കി പഠിക്കും. ട്രൂ ബാക്ടീരിയയും ആക്ടിനോമൈസീഡ്സും. ട്രൂ ബാക്ടീരിയ 2ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കോക്കസ് എന്നും ബാസിലസ് എന്നും 2ആയിട്ട് തിരിക്കാം. അതിനകത്ത് കോക്കയ്ക്കകത്ത് തന്നെ മോണോകോക്കൈ, ഡിപ്ലോകോക്കൈ, സ്റ്റെഫൈലോകോക്കൈ, സ്ട്രെപ്റ്റോകോക്കൈ, ടെട്രാഡ് ഓർ സാർസീന. ദെൻ ബാസിലൈ അല്ലെങ്കിൽ ബാസിലസിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് ഡിപ്ലോകോക്കൈ, സ്ട്രെപ്റ്റോകോക്കൈ, പാലിസൈഡ്, കോക്കസ് അല്ലെങ്കിൽ കോക്കൈ എന്ന് പറയാം അല്ലേ. ദറ്റ് ഈസ് എന്താണ് കോക്കോ ബാസിലൈ എന്ന് പറയാം. കോമ ഷേപ്ഡ്, വിബ്രിയോ ഷേപ്ഡ് ആയിട്ടുള്ള ബാസിലസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് അതിനകത്ത് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് ആക്ടിനോമൈസീഡ്സ് ആണ്. റേ ഫംഗസ് എന്നറിയപ്പെടും. റേ, ആക്ടിൻ എന്ന് പറയുന്ന റേ ആണ് മീനിങ്, മൈഗ്സ് എന്ന് പറഞ്ഞാൽ ഫംഗസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ കിട്ടിയല്ലോ. മോർഫോളജിക്കകത്തുള്ള 2 ഗ്രൂപ്പ് മാത്രമേ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ, ബാക്കി പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇനി മോർഫോളജിക്കകത്ത് തന്നെ നമ്മളിനി പഠിക്കാനുള്ളതാണ് സ്പൈറോകേറ്റ്സ്. 3ാമത്തെ ഗ്രൂപ്പാണ് സ്പൈറോകേറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഷേപ്പ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് സ്പൈറോകേറ്റ് എന്ന് പറയുന്നത്. So it is coiled spiral shaped organisms. Coiled spiral shape, അതായത് ഇങ്ങനെ ഇൻറ്റൻസ് ആയിട്ട് തന്നെ സ്പൈറൽ ഷേപ്പ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ലോങ്ങർ, സ്ലെൻഡർ ആൻഡ് നോൺ ബ്രാഞ്ച്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ലോങ്ങർ ആണ്, സ്ലെൻഡർ ആണ് ആൻഡ് നോൺ ബ്രാഞ്ച് സ്പൈറൽ ഷേപ്പ് ഓർഗാനിസം. ആൻഡ് ഇറ്റ് ഈസ് കോയിൽഡ്. സോ നല്ലതായിട്ട് അത് കോയിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കത് വരയ്ക്കാം കേട്ടോ, കോയിൽ ചെയ്ത് കാണപ്പെടും. സോ ദാറ്റ് ഈസ് സ്പൈറോകീറ്റ്. അപ്പോൾ അതാണ് സ്പൈറോകീറ്റ്സ് എന്ന് പറയുക. ഇനി അടുത്തതെന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ്സ് ഓർഗാനിസം ലാക്ക് റിജിഡ് സെൽ വാൾ. ദ ബാക്ടീരിയൽ സ്പീഷീസ് ലാക്ക് ദ റിജിഡ് സെൽ വാൾ. നല്ല റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ഇല്ലാത്ത ഓർഗാനിസം ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ചോദിച്ചിട്ടുണ്ട്. കേറ്ററ്റ് എക്സാമിനും ഇത് ചോദിച്ചിട്ടുണ്ട്. മൈക്കോപ്ലാസ്മ, റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ഇല്ലാത്ത ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നമുക്ക് പറയാം? മൈക്കോപ്ലാസ്മയാണ്. ആൻഡ് ദേ ആർ പ്ലിയോമോർഫിക് ഓഫ് ഇൻഡെഫിനിറ്റ് ഷേപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്ലിയോമോർഫിക് ആണ്. ഇൻഡെഫിനിറ്റ് ഷേപ്പിൽ, പല ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് എന്താണ്, കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള കപ്പാസിറ്റി അതിനുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് പ്ലിയോമോർഫിക് ഓഫ് ഇൻഡെഫിനിറ്റ് ഷേപ്പ്. എന്തുകൊണ്ട് അത് പ്ലിയോമോർഫിക് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they lack rigid cell wall. ഒരു പ്രോപ്പർ സെൽ വോൾ ഇല്ല. നമുക്കറിയാം ഒരു ബൗണ്ടറി കൊടുക്കുന്നത് സെൽ വോൾ ആണ്. അപ്പോൾ ആ സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ they have the ability of pleomorphism. ഓക്കെ, അപ്പോൾ പ്ലിയോമോർഫിക് ഓഫ് ഇൻഡെഫിനിറ്റ് ഷേപ്പിലാണ് അത് കാണപ്പെടുന്നത്. ആൻഡ് they are round, oval or sometimes in filaments. അപ്പോൾ മെയിനായിട്ട് അത് കാണപ്പെടുന്നത് റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ഒക്കെ ആയിരിക്കും. ആൻഡ് സംടൈം ഇറ്റ് ക്യാൻ ബി സീൻ ആസ് ഫിലമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്കോപ്ലാസ്മയെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിക്കറ്റ്സിയസ് ആൻഡ് ക്ലെമീഡിയ. റിക്കറ്റ്സിയയും ക്ലെമീഡിയയും, ശരിക്കും പറഞ്ഞാൽ ഈ റിക്കറ്റ്സിയയും ക്ലെമീഡിയ ആദ്യം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് വൈറസ് ഗ്രൂപ്പിനകത്താണ്. ഓക്കെ, ബാക്ടീരിയ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് പിന്നെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തു. ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് ഒക്കെ വന്നതിന് ശേഷം ഒരു വലിയൊരു റെവല്യൂഷൻ തന്നെ ഈ മൈക്രോബയോളജി ബ്രാഞ്ചിനകത്തുണ്ടായി. സോ ഈ മൈക്രോ ഓർഗാനിസത്തിനെ നന്നായിട്ട് കാണാൻ തുടങ്ങി. ആർക്കിയൊക്കെ അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ പ്രോപ്പറായിട്ട് എന്താണ് അതിൻ്റെ സെൽ വാളിലുള്ള പ്രത്യേകത എന്നൊക്കെ കണ്ടുപിടിച്ചത് ഈ പറയുന്ന പോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വന്നതിന് ശേഷമാണ്. സോ അതുകൊണ്ട് ആ സമയമൊക്കെ ആയപ്പം തന്നെ റിക്കറ്റ്സിയയും ക്ലെമീഡിയയും എന്താക്കി മാറ്റി? ബാക്ടീരിയൽ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. കാരണം വൈറസ് ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം വൈറസിന് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു പ്രോട്ടീൻ കോട്ടും അതുപോലെ തന്നെ ഒരു ന്യൂക്ലിക് ആസിഡും, അല്ലേ? 2 ബയോമോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ ഏതിനകത്ത്? വൈറസിനകത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്? 4 ബയോമോളിക്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്കൂൾ ടെക്സ്റ്റിൽ ഉള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഏതൊക്കെയാണ് ബയോമോളിക്യൂൾസ്? ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഏതൊക്കെയാണ് ഒന്നും കൂടെ പറയാം? പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഈ 4 ബയോമോളിക്യൂൾസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. സോ ഈ ബയോമോളിക്യൂളിൽ 2 ചേർത്തിട്ടാണ് വൈറസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ബാക്ടീരിയയുടെ കാര്യം എടുത്താൽ അങ്ങനെയല്ല. സെൽ ഓർഗനൽസ് ഉണ്ട്, അല്ലേ? പക്ഷേ വൈറസിനകത്ത് എന്തില്ല? സെൽ ഓർഗനൽസ് ഇല്ല.
സോ അതുകൊണ്ട് തന്നെ ഇതിനെ എന്തായിട്ടും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, വൈറസിനെ സെല്ലായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം. ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷനോ അല്ലെങ്കിൽ ഏതൊരു ക്ലാസിഫിക്കേഷൻ എടുത്താലും 2 കിങ്ഡം 5 കിങ്ഡം 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എടുത്താലും ഏത് വന്നിട്ടില്ല? വൈറസ് വന്നിട്ടില്ല. സോ തിരിച്ചു വരാം. റിക്കറ്റ്സിയും ക്ലമീഡിയയും ആദ്യം ക്ലോസ്ലി റിലേറ്റഡ് ടു അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിരുന്ന വൈറസ് എന്നാണ്. ബട്ട് നൗ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ബാക്ടീരിയ. ദെൻ വെരി സ്മോൾ ആൻഡ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. എന്താ ഈ ഒബ്ലിഗേറ്റ് എന്ന് പറയുന്നത്? രണ്ട് ടേം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഒബ്ലിഗേറ്റ് ആൻഡ് ഫാക്കൾട്ടേറ്റീവ്. എന്താണ് അടുത്ത വേർഡ്? എന്താണ്? ഫാക്കൾട്ടേറ്റീവ്. ഫാക്കൾട്ടേറ്റീവ്. ഓക്കെ. ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ്. ആ കണ്ടീഷനിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടീഷനിലേ ജീവിക്കാൻ പറ്റൂ. സോ ദാറ്റ് ഈസ് എയറോബിക് ആൻഡ് അനേറോബിക്. ഓക്സിജന്റെ പ്രസൻസോട് കൂടി ജീവിക്കുന്ന ഓർഗാൻസിന് നമുക്ക് എന്തെന്ന് പറയാം? എയറോബിക് എന്ന് പറയാം. സോ നമുക്ക് ഈ ടേമും കൂടെ യൂസ് ചെയ്ത് പറഞ്ഞാലോ? ഒബ്ലിഗേറ്റ് എയറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജീവിക്കാൻ പറ്റുള്ളൂ. ദെൻ ഒബ്ലിഗേറ്റ് അനേറോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്സിജന്റെ അളവ് ഒട്ടുമേ അതിന് പറ്റില്ല. ഒബ്ലിഗേറ്റ് ആണ്, സ്ട്രിക്റ്റ് ആയിട്ടും അനേറോബ്സ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫാക്കൾട്ടേറ്റീവ് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒബ്ലിഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഫാക്കൾട്ടേറ്റീവ് എന്ന് പറയാം. So facultative means those organisms can thrive in both conditions, aerobic conditions and anaerobic conditions. അതിന് പ്രശ്നമൊന്നുമില്ല. രണ്ട് കണ്ടീഷൻസിലും സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് അതിന് കപ്പാസിറ്റി ഉണ്ട്. സോ അങ്ങനെയുള്ള ഓർഗാൻസിന് നമുക്ക് ഫാക്കൾട്ടേറ്റീവ് എന്ന് പറയാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിക്കറ്റ്സി ആൻഡ് ക്ലമീഡിയ എന്ന് പറയുന്നത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. ഓക്കെ, പാരസൈറ്റ് തന്നെയാണ്, സ്ട്രിക്റ്റ് പാരസൈറ്റ്സ് ആണ്. സ്വന്തമായിട്ട് അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. ഓക്കെ, കിട്ടിയല്ലോ? വെരി സ്മോൾ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു വൈറസ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഇതാണ് 5 ക്ലാസിഫിക്കേഷൻ അല്ലെ 5 ക്ലാസ്സസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കം അണ്ടർ മോർഫോളജി. അടുത്തത് അനാറ്റമിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അനാറ്റമിക്കൽ ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ 3 കാര്യങ്ങൾ എടുക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ക്യാപ്സ്യൂൾ. ഫസ്റ്റ് വൺ ഈസ് ക്യാപ്സ്യൂൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫ്ലജല്ല ആൻഡ് തേർഡ് വൺ ഈസ് പോൾ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സെൽ വോളിൻ്റെ ഔട്ടർ സൈഡിലായിട്ട് ഒരു കവറിങ്, ഒരു സ്ലൈം കവറിങ്ങോ അല്ലെങ്കിൽ ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു കവറിങ്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇഞ്ചുറീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറിങ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ക്യാപ്സ്യൂൾ ഉള്ളതുകൊണ്ട് ക്യാപ്സ്യൂൾ ഇല്ലാത്ത ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ അതിന് പറയുന്ന ടേം? ക്യാപ്സുലേറ്റഡ്. ക്യാപ്സ്യൂൾ ഉള്ളതിനെ നമ്മൾ ഇതെന്ന് പറയും ക്യാപ്സുലേറ്റഡ് എന്ന് പറയും. അപ്പോൾ മറ്റെന്തെന്നായിരിക്കും പറയുക? നോൺ ക്യാപ്സുലേറ്റഡ്. ക്യാപ്സ്യൂൾസ് ഇല്ലാത്തതിന് നോൺ ക്യാപ്സുലേറ്റഡ് എന്ന് പറയും. ഇനി ഈ പറയുന്നതാണ് എക്സാമിന് വേണ്ടത് കേട്ടോ. മീൻസ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഏത് ഗ്രൂപ്പിനകത്ത് വരുന്നു? ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. നമുക്കറിയാം ന്യൂമോണിയ കോസ് ചെയ്യുന്ന ഓർഗാനിസമാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം കോക്കയാണ്. സോ ഇറ്റ് ക്യാൻ ബി സീൻ ലൈക്ക് ദിസ്. ചെയിൻ ആയിട്ട് തന്നെയാണ് അത് കാണപ്പെടുന്നത്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ദെൻ നോൺ ക്യാപ്സുലേറ്റഡ്, അതിനകത്ത് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് വിറിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഗ്രൂപ്പാണ്. വിറിഡൻസ് സ്ട്രെപ്റ്റോകോക്കസ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് വിറിഡൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഒരു എക്സാമ്പിൾ. നോൺ ക്യാപ്സുലേറ്റഡ് ഞാൻ പ്രത്യേകം പറയുന്നു. ഈ പറയുന്ന എക്സാമ്പിളുകളൊക്കെ ഞാൻ പറയുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് വിറിഡൻസ് ഏതാണ്? നോൺ ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലജല്ല. ഫ്ലജല്ല ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫ്ലജല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിത് പഠിപ്പിക്കുമെന്ന് അല്ലേ. ഫ്ലജല്ല, അപ്പോൾ ഇത് ഒരു ഫ്ലജല്ല മീൻസ് ഒന്നാണെങ്കിൽ അതിനെന്ത് നമുക്ക് പറയാം? ഫ്ലജല്ലം. ഓക്കെ, ഇത് സിംഗുലർ ഫോം ആൻഡ് ദിസ് വൺ ഈസ് പ്ലൂറൽ ഫോം. ഫ്ലജല്ല എന്ന് പറയുന്ന പ്ലൂറൽ ഫോമാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ ലോക്കോമോഷൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന വിപ്ലാഷ് ലൈക്ക് സ്ട്രക്ചർ. വിപ്ലാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാട്ടവാർ എന്നാണ് പറയുന്നത് അല്ലെ. ചാട്ടവാറിൻ്റെ സ്ട്രക്ചർ, എലിയുടെ വാലൊക്കെ ഇരിക്കുന്നില്ല, അതുപോലെ തന്നെയാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഫ്ലജല്ല ഈസ് മേഡപ്പ് ഓഫ് വിച്ച് പ്രോട്ടീൻ? എളുപ്പമാണ്, ഫ്ലജല്ലിൻ. ഫ്ലജല്ലിൻ. ഓക്കെ, ഫ്ലജല്ല ഫോം ചെയ്തിരിക്കുന്നത് ഫ്ലജല്ലിൻ പ്രോട്ടീൻ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിപ്പോഴേ തന്നെ പഠിച്ചു പോയിക്കാണ് ഫ്ലജല്ലിൻ. ഓക്കെ, സോ ഏതൊക്കെ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും? ഒരു ബാക്ടീരിയൽ സ്ട്രക്ചറിന് ഒരു ഫ്ലജല്ലേ ഉള്ളൂ എങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? മോണോട്രൈക്കസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലജല്ല ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ട്രൈക്കസ്.
മോണോട്രൈക്കസ്, ട്രിക്കസ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. മീൻസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്യാം. മോണോട്രൈക്കസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഒരു ടഫ്റ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലജല്ല ഒരു സൈഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ ലോഫോ എന്ന് പറയും. ടഫ്റ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് കേട്ടോ. ലോഫോട്രൈക്കസ്, എ ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല ഓറിജിനേറ്റഡ് ഫ്രം ഓൺ പോൾ ഓഫ് ദ ബാക്ടീരിയം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആംഫിട്രൈക്കസ്. എന്താ ആംഫിട്രൈക്കസ് എന്ന് പറയുന്നത്? രണ്ട് സൈഡിൽ നിന്നും ഓരോ ഫ്ലജല്ല ഒറിജിനേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ആംഫിട്രൈക്കസ്. ആംഫിട്രൈക്കസ് എന്ന് പറയും. ഇത് വരച്ചെടുത്തോണേ, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതുപോലെ ചുറ്റും സറൗണ്ടഡ് ചെയ്തിരിക്കുന്നു ഫ്ലജല്ല ഒരു ഓർഗാനിസം ബാക്ടീരിയത്തിന് ചുറ്റും കാണപ്പെടുന്നെങ്കിൽ അതിനെന്തെന്ന് പറയാം? പെരിട്രൈക്കസ് എന്ന് പറയാം. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി ഫ്ലജല്ല ഇല്ലാത്തതിന് നമ്മൾ പറഞ്ഞു എ ഫ്ലജല്ലേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എ ട്രൈക്കസ് എന്നും പറയാം. എ ഫ്ലജല്ലേറ്റ് അല്ലെങ്കിൽ എ ട്രൈക്കസ്. ഇതുപോലെ കാണും, സെല്ല് മാത്രമേ കാണുള്ളൂ, ഫ്ലജല്ല കാണില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഷിജല്ല എന്ന് പറയുന്നത് ഏതാണ്? ഇതിനകത്ത് ഏതാണ്? എ ഫ്ലജല്ലേറ്റ് ആണ്. ഓക്കെ, ഷിജല്ല എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കേണ്ടതാണ് ഷിജല്ല എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ്, ഓക്കെ, ബാസിലസ്, ക്ലോസ്ട്രീഡിയം, ഈ പറയുന്നതൊക്കെ ഏതിനകത്ത് വരും? ഗ്രാം പോസിറ്റീവിനകത്ത് വരും. ഓക്കെ, ദെൻ ഈ ഷിജല്ല, സാൽമോണല്ല, ഈക്കോളൈ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഈക്കോളൈക്ക് വരുന്നത് ഗ്രാം നെഗറ്റീവിനകത്താണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോറാണ്. സ്പോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഒരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. whenever it will get a favorable condition, it will convert it to organism. എപ്പോഴാണോ അതിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ കിട്ടുന്നത് അതെന്ത് ചെയ്യും? എന്തായിട്ട് മാറും? ഓർഗാനിസം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ദേ കൻ ത്രൈവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എക്സ്ട്രീം കണ്ടീഷനിൽ അതിന് ത്രൈവ് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അതായത് എക്സ്ട്രീം ടെമ്പറേച്ചർ ആണെങ്കിലും അതിന് പ്രശ്നമില്ല. ബാക്ടീരിയ നമുക്കറിയാം, ബാക്ടീരിയയെ കുറിച്ച് പറയുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. സോ വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ബാക്ടീരിയ? സോ സെയിം ആസ് ദ ബോഡി ടെമ്പറേച്ചർ ഓഫ് എ ഹ്യൂമൻ ബീയിങ് അല്ലേ? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ബാക്ടീരിയയുടെ ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാക്ടീരിയൽ എന്ത് വരുന്നത്? ഡിസീസസ് ഫോം ചെയ്യുന്നത്. ഒന്നിടവിട്ട് വന്നുകൊണ്ടിരിക്കും അല്ലേ? സോ അത് മാറ്റിവെക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ്സ് എ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ ബാക്ടീരിയ. ദറ്റ് മീൻസ് അവർ ബോഡി ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബാക്ടീരിയ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 37 ഡിഗ്രി സെൽഷ്യസിൻ്റെ ബോഡിയിലേക്ക് നമുക്കറിയാം ഒരു പനി വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് ഫീവർ എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യും? 37 നിന്ന് ഇൻക്രീസ് ചെയ്ത് വെക്കും. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ്? എന്തിനു വേണ്ടിയിട്ടാണ്? മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഈ ബാക്ടീരിയയ്ക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോപ്പറായിട്ട് ജീവിക്കാനോ റീപ്രൊഡ്യൂസ് ചെയ്യാനോ പറ്റില്ല. കാരണം 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിയാണല്ലോ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ സമയത്ത് നമ്മളിപ്പോൾ ബാക്ടീരിയ കില്ല് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? കില്ല് ചെയ്യുന്ന സമയത്ത് മേ ബി എന്ത് ചെയ്യാം? അത് സ്പോർ ജനറേറ്റ് ചെയ്യാം. സ്പോർ ജനറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഗാനിസം ചത്തുപോകും. പക്ഷേ അതിനെന്ത് ചെയ്യണം? നെക്സ്റ്റ് ജനറേഷൻ ഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സ്പോർ എന്ന് പറയാം. ദെൻ അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സ്പോർ ഫോമേഴ്സ് എന്നും നോൺ സ്പോർ ഫോമേഴ്സ് എന്നും. ഓക്കെ, സ്പോറ് ജനറേറ്റ് ചെയ്യുന്നതും സ്പോറ് ജനറേറ്റ് ചെയ്യാത്തതും. സ്പോർ ഫോമേഴ്സ് എന്ന് പറയുമ്പോൾ പഠിച്ചു വെച്ചോണം, ബാസിലസും ക്ലോസ്ട്രീഡിയം ഗ്രൂപ്പും, ബാസിലസ് ഗ്രൂപ്പും ക്ലോസ്ട്രീഡിയം ഗ്രൂപ്പും. ഓക്കെ, ഇത് രണ്ടും ഏതാണ്? സ്പോർ ഫോമേഴ്സ് ആണ്. ഓക്കെ, ബാസിലസ് ആന്ത്രാസിസ് കേട്ടിട്ടുണ്ടല്ലോ. ആന്ത്രാക്സ് ഫോം ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ് ബാസിലസ് ആന്ത്രാസിസ്. ഓക്കെ, അതിൻ്റെ സ്പോറാണ് എന്ത് ചെയ്യുന്നത്? മീൻസ് എന്താ എയറിൽ കൂടെ സഞ്ചരിച്ച് അല്ലെങ്കിൽ ആ സ്പോറാണ് നമ്മുടെ ബോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓർഗാനിസമായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ ക്ലോസ്ട്രീഡിയം, അതുപോലെ തന്നെയാണ് ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്നത്. ക്ലോസ്ട്രീഡിയം ടെറ്റനൈ, ടെറ്റനസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അല്ലേ? സോ നമുക്കറിയാം ടെറ്റനൈ ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും നമ്മുടെ ദേഹത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പോയി പെട്ടെന്നൊരു TT എടുക്കും. എന്താ TT? ടെറ്റനസ് ടോക്സോയിഡ്. ഓക്കെ, ടെറ്റനസ് ടോക്സോയിഡ് എന്നാണ് പറയുന്നത്. ആ TT നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലോസ്ട്രീഡിയം ടെറ്റനയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ടെറ്റനസ് ടോക്സോയിഡ്.
നോൺ സ്പോർ ഫോമേഴ്സിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈക്കോളൈ എന്ന് പറയുന്നത്, നോൺ സ്പോർ ഫോമേഴ്സ്. അപ്പം നമ്മൾ ഞാൻ ചില ക്യാരക്ടേഴ്സ് ഒക്കെ പറയുമ്പോൾ എക്സാമ്പിൾസ് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസിനെ നമ്മൾ പഠിക്കും. ഓക്കെ, മെയിനായിട്ട് പഠിക്കേണ്ടതാണ് സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ് ആൻഡ് ന്യൂമോകോക്കസ്. ഇത് ഇത്രയും നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റുഡൻസ് ശ്രദ്ധിച്ചോണം, നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്ട്രെപ്റ്റോകോക്കസിൻ്റെ എന്ത് പറയാനായിട്ട് പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ചെയിൻ ആയിട്ട് കാണപ്പെടും, ക്യാപ്സുലേറ്റഡ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അല്ലേ, ചിലത് നോൺ ക്യാപ്സുലേറ്റഡ് ആണ്, ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അനാറ്റമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ക്യാപ്സ്യൂള്, ഫ്ലജല്ല ആൻഡ് സ്പോർ. ക്ലിയർ ആണല്ലോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനകത്ത് തന്നെ സ്റ്റെയിനിങ്. ഓക്കെ, സ്റ്റെയിനിങ്ങിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്റ്റെയിനിങ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു മെയിനായിട്ട് രണ്ട് സ്റ്റെയിനിങ് പ്രൊസീജിയർ ആണ് യൂസ് ചെയ്യുന്നത്, ഗ്രാം സ്റ്റെയിനിങ് ആൻഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഗ്രാം സ്റ്റെയിനിങ് ആൻഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ബോത്ത് ആർ നോൺ ആസ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് അല്ലേ. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്താ നമ്മൾ ചെയ്യുന്നത്, ഒരു ഓർഗാൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ്, ഇസ് ഇറ്റ് ഗ്രാം പോസിറ്റീവ് ഓർ ഗ്രാം നെഗറ്റീവ് അല്ലേ, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ്, അതർവൈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്നാണ് നമ്മൾ ഈ രണ്ട് സ്റ്റെയിനിങ്ങിനെയും പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം ആണ് ഗ്രാം സ്റ്റെയിനിങ് കൊണ്ടുവന്നത് അല്ലേ, ഗ്രാം സ്റ്റെയിനിങ് കൊണ്ടുവന്നത്. അക്കോർഡിംഗ് ടു ദാറ്റ് എന്തായാലും ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെയും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൻ്റെയും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കപ്പാസിറ്റി ഓഫ് ദ ഓർഗാനിസംസ് സെൽ വാൾ ടു അബ്സോർബ് ദ സ്റ്റെയിൻ. നമ്മൾ കൊടുക്കുന്ന സ്റ്റെയിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ ബേസിസിൽ ആ ഓരോ ഓർഗാൻസിൻ്റെയും സെൽ വാളിൻ്റെ കപ്പാസിറ്റിയാണ്. ഓക്കെ, അതിൻ്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഗ്രാം സ്റ്റെയിനിങ് ആൻഡ് ദറ്റ് ഈസ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഗ്രാം സ്റ്റെയിനിങ്ങിനകത്ത് ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് ആയിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത് പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറിലായിരിക്കും കാണുക. ഓക്കെ, പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത് പിങ്കിഷ് അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലായിരിക്കും കാണുക. ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. അപ്പോൾ ഈ ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ കളർ കിട്ടിയല്ലോ, ഗ്രാം പോസിറ്റീവ് പർപ്പിൾ ഓർ വയലറ്റ് കളറിലായിരിക്കും കാണുക, ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത് പിങ്ക് അല്ലെങ്കിൽ റെഡിഷ് കളറിലായിരിക്കും കാണുക. ദെൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത് സീൽ നീൽസൺ ആണ് കൊണ്ടുവന്നത്, ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് സീൽ നീൽസൺ സ്റ്റെയിനിങ്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഗ്രാം സ്റ്റെയിനിങ് എന്ന് അറിഞ്ഞതുപോലെ എന്തെന്നറിയപ്പെടാം ഇതിനെ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൻ്റെ മറ്റൊരു പേര് സീൽ നീൽസൺ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനെയാണ്. സോ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഏത് കളറിലായിരിക്കും, നേരെ തിരിച്ചാണ്, ഗ്രാം പോസിറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ആസിഡ് ഫാസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് പിങ്കും ആൻഡ് നോൺ ആസിഡ് ഫാസ്റ്റിനെ ബ്ലൂ ഇൻ കളറിലായിരിക്കും കാണുക. ഓക്കെ, അപ്പോൾ നോൺ ആസിഡ് ഫാസ്റ്റിനെ ബ്ലൂ ഇൻ കളറിലും കാണും, ആസിഡ് ഫാസ്റ്റിനെ പിങ്ക് കളറിലുമായിരിക്കും കാണുക. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് പ്രൊസീജിയറാണ് ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും. ഗ്രാം സ്റ്റെയിനിങ് കൊണ്ടുവന്നത് ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം ആണ്. സോ അതിനകത്ത് ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും രണ്ട് കാറ്റഗറി ഉണ്ട്. ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത് പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറിലായിരിക്കും കാണുക, ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത് പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലായിരിക്കും കാണുക. ഓക്കെ, ദ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത് സീൽ നീൽസൺ സ്റ്റെയിനിങ് എന്നറിയപ്പെടും. ആസിഡ് ഫാസ്റ്റ് പോസിറ്റീവിന് പിങ്ക് കളറായിരിക്കും, നോൺ ആസിഡ് ഫാസ്റ്റിനാണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് നമുക്ക് വേണമെങ്കിൽ പറയാം ബ്ലൂ ഇൻ കളർ ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. ക്ലിയർ ആണല്ലോ ഡിയർ സ്റ്റുഡൻസ്? നമ്മളിപ്പോൾ 3 ക്ലാസിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ദെൻ അനാറ്റമിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്റ്റെയിനിങ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാത്തോജൻസിറ്റി, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പാത്തോജൻസിറ്റി, then classification based on relationship of host and organism, then classification based on nutrition and environmental factors. അപ്പോൾ ഈ 4 കൂടെ കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ നമ്മൾ പൂർത്തിയാക്കും. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് കാണുക. കാരണം നെക്സ്റ്റ് സെഷൻ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് കാണുക. അടുത്ത സെഷനിൽ നമ്മൾ ഈ 4 ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് 4 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.